പാഠം പഠിക്കേണ്ടതുണ്ട് പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാഠത്തിൽ സന്ദീപ് വാര്യരെ പോലെ ഒരാളെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വലിയ തുറന്നു പറച്ചിലിന് ഒരു പൊട്ടിത്തെറിക്ക് ഇടയാക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കി പറഞ്ഞുവിട്ടത് ഒരു ഘടകമായിട്ടുണ്ടോ? കൃഷ്ണകുമാറിന്റെ ആവർത്തിച്ചുള്ള സ്ഥാനാർത്ഥിത്വം അതിൽ ഒരു ഘടകമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് അങ്ങ് പറയുന്ന ഈ പാർട്ടി പഠിക്കേണ്ട പാഠത്തിൽ ഉൾപ്പെടുന്ന? ഒപ്പം ചോദിക്കേണ്ട ഒരു കാര്യം, ഒരു അമിത ആത്മവിശ്വാസം അത് തുടക്കം മുതൽ പാലക്കാട് പുലർത്തിയിരുന്നോ? അതിന്റെ ഒരു പാളിച്ച എവിടെയെങ്കിലും വന്നതായി കരുതുന്നു? പാലക്കാട് BJP സംബന്ധിച്ചിടത്തോളം ഇന്നും ഇനി അങ്ങോട്ടും എന്നും ആ അമിത ആത്മവിശ്വാസമുണ്ട്. കാരണം സംഘടനാ തലത്തിൽ പഞ്ചായത്തുകളിൽ ഇപ്പോൾ പറഞ്ഞ പഞ്ചായത്തുകളിൽ ചെറിയ ശക്തി കുറവുണ്ടെങ്കിൽ പോലും പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്തെ തന്നെ ഒരു നഗരസഭയിലെ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രദേശമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ. ഞാൻ പാഠം പഠിക്കണമെന്ന് പറഞ്ഞത് ഇനി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് പറയുകയാണ്, കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു വരുന്നു. ആ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നിയന്ത്രിക്കാൻ ഇവിടെ മുസ്ലിം ലീഗിന് പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് വരുന്നു. അത് കൃത്യമായി ഓരോ തെരഞ്ഞെടുപ്പിലും കൺസോൾഡേറ്റ് ചെയ്യപ്പെടുന്നു. എവിടെ വോട്ട് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കുന്നു. അത് ഇപ്പോൾ ഇവിടെ ആർഷോ മുമ്പ് സൂചിപ്പിച്ചു, ഇവിടെ വലിയ രീതിയിലുള്ള SDP കൺസോൾട്ടേഷൻ. ഞാൻ തുറന്നു പറയട്ടെ, 2016 SDP പിന്തുണയോടുകൂടി മത്സരിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. SDP പിന്തുണ ഒളിച്ചും പാത്തൊന്നുമല്ല കേട്ടോ. ഇവർ UDF കാണിച്ച പോലെ LDF കാണിച്ച പോലെ ഒളിച്ചും പാത്തൊന്നല്ല, ഓപ്പണായിട്ട് SDP പിന്തുണ മേടിച്ച് മത്സരിച്ച ഒരാളാണ് എൻ്റെ പിതാവ് ശ്രീ PC ജോർജ് പൂഞ്ഞാറിൽ. അന്ന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 28,000 വോട്ട് ഭൂരിപക്ഷം ജയിച്ചു. അതിനുശേഷം SDP നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ഈ വർഗീയത ശരിയല്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, തീവ്രവാദം ശരിയല്ലെന്നതിൻ്റെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിട്ട ഒരു കുടുംബമാണെൻ്റെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇവിടെ കഴിഞ്ഞ 2 വർഷക്കാലമായി വടകരയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു, എനിക്ക് പറയാനുള്ളൊരു അവസരം തരണം. തൃശ്ശൂരേക്ക് ശ്രീ K മുരളീധരനെ പ്ലേസ് ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് എല്ലാ ചാനലുകളും ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത്. പക്ഷേ K മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുവന്നതല്ലായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. പാലക്കാട് നിന്നും ഷാഫിയെ വടകരയിൽ കൊണ്ടുവന്നായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക്. അതാരും കേരളം തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, കേരള സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശ്രീ ഷാഫി പറമ്പിൽ. അത് കോൺഗ്രസ്സിലുള്ളവർക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം ഇനി അങ്ങോട്ട് BJP, എൻ്റെ പാർട്ടി ഉൾപ്പെടെ CPM ഉൾപ്പെടെ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ആ 2016 ഒരു സീറ്റിൽ PC ജോർജിന് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവരുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ നേതാക്കളുമായിട്ട് ഞാൻ സംസാരിച്ചത് 139 സീറ്റിൽ കഴിഞ്ഞ് 2016 തെരഞ്ഞെടുപ്പിൽ CPM-നായിരുന്നു പിന്തുണ. 2021 ഇപ്പോൾ ആർഷോ തള്ളി പറഞ്ഞു, നല്ല കാര്യം, അവർ ഇനി തള്ളി പറയട്ടെ. 2021 കേരളത്തിലെ 140 സീറ്റിലും SDP പിന്തുണ CPM-നായിരുന്നു. SDP കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 42 സീറ്റിലാണ് കേരള നിയമസഭയിലേക്ക്. അതിൽ 33 സീറ്റിലും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ വന്ന ഒരു വാക്ക് പൊളിറ്റിക്കൽ ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ കിങ് മേക്കർ എന്ന് പറയുന്നത്, അവിടുത്തെ യഥാർത്ഥ തേരാളി എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫിയുടെ ആധികാരിക ജയമാണ്.